രണ്ടാമത്തെ ഇൻഹേലർ എന്ന് പറയുന്നത് നോക്കി ബെക്ലോമെഥാസോൺ അല്ലേ. അങ്ങനെ രണ്ട് തരത്തിലുള്ള ഇൻഹേലേഴ്സ് ആണ് ഇവിടെ കൊടുക്കുക. ബെക്ലോമെഥാസോൺ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ദാറ്റ് ഇസ് കൺസിഡർഡ് ആസ് ആക്ച്വലി ഒരു കോർട്ടിക്കോസ്റ്റിറോയിഡ് ആണ് അല്ലേ, അതൊരു സ്റ്റിറോയിഡ് ഡ്രഗ് ആണ്. ഓപ്ഷൻ സി ടേക്ക് ദ മെഡിക്കേഷൻ ഓൺലി ഇഫ് ദ പെയിൻ ഈസ് സിവിയർ. 1000 താഴെ വന്നാൽ തന്നെ അവിടെ ഇൻഫെക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതും 500 താഴെ വന്നു കഴിഞ്ഞാൽ വളരെയധികം സാധ്യതയുണ്ട്. ഹൈ ഓൾ, വെൽക്കം ബാക്ക് ടു എജ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമി. സോ നമ്മൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് GCSEയിൽ സാധാരണ ചോദിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എ പേഷ്യന്റ് വിത്ത് എ ഹിസ്റ്ററി ഓഫ് ആസ്മ ഈസ് യൂസിങ് എ സാൽബിറ്റമോൾ ഇൻഹേലർ ആൻഡ് ബെക്ലോമെഥാസോൺ ഇൻഹേലർ. The nurse should instruct the patient to. നമ്മൾ സാധാരണ ഈ ആസ്മയൊക്കെ ഉള്ള പേഷ്യൻസിന് പലതരത്തിലുള്ള ഇൻഹേലേഴ്സ് ഒക്കെ കൊടുക്കാറുണ്ട് അല്ലേ. അതായത് നോക്കി ചിലപ്പോൾ ലൈക്ക് 2 ഇൻഹേലേഴ്സ് ഒക്കെ അവിടെ കൊടുക്കാറുണ്ട് അല്ലെ, 2 തരത്തിലുള്ള ഇൻഹേലേഴ്സ് ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ ഇവിടെ എന്താ, ഒരു ഇൻഹേലർ എന്ന് പറയുന്നത് നോക്കി സാൽബ്യൂട്ടമോൾ ആണ്. രണ്ടാമത്തെ ഇൻഹേലർ എന്ന് പറയുന്നത് നോക്കി ബെക്ലോമെഥാസോൺ അല്ലേ. അങ്ങനെ 2 തരത്തിലുള്ള ഇൻഹേലേഴ്സ് ആണ് ഇവിടെ കൊടുക്കുക. സോ ഈ ഒരു ഇൻഹേലർ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ഇൻസ്ട്രക്ഷൻ ആണ് പേഷ്യന്റിന് കൊടുക്കേണ്ടത്? ഓപ്ഷൻ എ നോക്കിയേ, യൂസ് ദ ബെക്ലോമെഥാസോൺ ഇൻഹേലർ ഫസ്റ്റ് ഡ്യൂറിങ് ആൻ അക്യൂട്ട് അറ്റാക്ക് അല്ലെ. എന്താ പറയുന്നത്, ബെക്ലോമെഥാസോൺ ഒരു അറ്റാക്ക് വരുമ്പോൾ, അതായത് ഒരു ശ്വാസം മുട്ടൽ വരുമ്പോഴത്തേക്ക് ബെക്ലോമെഥാസോൺ കൊടുക്കണം എന്നാണ് പറയുക. ഓപ്ഷൻ എ. ഓപ്ഷൻ ബി ആണെങ്കിലോ, യൂസ് ദ സാൽബ്യൂട്ടമോൾ ഇൻഹേലർ ഫസ്റ്റ് ദെൻ ദ ബെക്ലോമെഥാസോൺ അല്ലെ. 2 ഇൻഹേലേഴ്സ് പേഷ്യന്റ് എടുക്കുന്നുണ്ട്. അപ്പൊ അതില് നോക്കിയേ സാൽബ്യൂട്ടമോൾ അല്ലെ, സാൽബ്യൂട്ടമോൾ ആദ്യം എടുക്കുക, അതിനുശേഷം ബെക്ലോമെഥാസോൺ എടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓപ്ഷൻ സി നോക്കാം, യൂസ് ഓൺലി ദ ബെക്ലോമെഥാസോൺ ഇൻഹേലർ ഫോർ ക്യൂക്ക് റിലീഫ്. അതായത് ഒരു പെട്ടെന്ന് ഒരു അക്യൂട്ട് ആസ്മ അറ്റാക്ക് ആണ് പേഷ്യന്റ് വന്നേക്കുന്നത് അല്ലെ. സോ നോക്കിയേ, അപ്പൊ അല്ലെങ്കിൽ അക്യൂട്ട് ആസ്മ അറ്റാക്ക് വരുമ്പോൾ അല്ലെ, നമ്മൾ എന്താ ഈ പറഞ്ഞ ബെക്ലോമെഥാസോൺ ഇൻഹേലർ മാത്രം എടുത്താൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓപ്ഷൻ ഡി, യൂസ് ബോത്ത് ഇൻഹേലേഴ്സ് അറ്റ് ദ സെയിം ടൈം. അപ്പൊ എന്താ ഇവിടെ ആൻസർ ആയിട്ട് വരിക നോക്കിയേ. ഇവിടെ നമ്മൾ ഇതിന്റെ ആൻസറിലേക്ക് പോകുമ്പോഴത്തേക്ക് ഈ 2 മെഡിക്കേഷന്റെയും എന്താ ഒരു മോഡ് ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ മെക്കാനിസം ഓഫ് ആക്ഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. നോക്കിയേ, അതിൽ സാൽബ്യൂട്ടമോൾ അല്ലെ, സാൽബ്യൂട്ടമോൾ എന്ന് പറഞ്ഞാൽ അതൊരു ബീറ്റ 1 അഗോണിസ്റ്റ്, ബീറ്റ 1 അഡ്രിനർജിക് അഗോണിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ്. എന്ന് വെച്ചാൽ അതെന്താ ചെയ്യുക, അത് ബേസിക്കലി നമ്മുടെ എയർവേസിനെയൊക്കെ ഓപ്പൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. എയർവേസിന് എന്താണ് ഓപ്പൺ ചെയ്യാൻ കേട്ടോ, എയർവേ ഓപ്പൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഡ്രഗ് ആണ് സാൽബ്യൂട്ടമോൾ എന്ന് പറയുക. ബെക്ലോമെഥാസോൺ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ദാറ്റ് ഇസ് കൺസിഡർഡ് ആസ് ആക്ച്വലി ഒരു കോർട്ടിക്കോസ്റ്റിറോയിഡ് ആണ് അല്ലേ, അതൊരു സ്റ്റിറോയിഡ് ഡ്രഗ് ആണ്. സ്റ്റിറോയിഡ് ഡ്രഗ് നമുക്കറിയാം അല്ലേ, എന്താണ്, അതൊരു ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഇൻഫ്ലമേഷനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വരാണ്ട് പ്രിവെന്റ് ചെയ്യുന്ന ഡ്രഗ് ആണ് ബെക്ലോമെഥാസോൺ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നോക്കിയാൽ 2 ഡ്രഗ് ഉണ്ട്. സാൽബ്യൂട്ടമോൾ എന്ന് പറഞ്ഞാൽ എയർവേ ഓപ്പൺ ആകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഡ്രഗ് ആണ്. ബെക്ലോമെഥാസോൺ ആണെങ്കിലോ ആ ഓപ്പൺ ആയ എയർവേ പിന്നീട് ചുരുങ്ങാണ്ട് നോക്കുന്ന ഡ്രഗ് ആണ് ബെക്ലോമെഥാസോൺ എന്ന് പറയുക കേട്ടോ. അപ്പൊ നോക്കിയേ, ഈ ആസ്മ ഉള്ള പേഷ്യന്റ്, നമുക്ക് ആസ്മ എന്താണെന്നറിയില്ലേ, ആസ്മ എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമ്മുടെ എയർവേയിൽ വരുന്ന ഒബ്സ്ട്രക്ഷൻസ് ആണ്, എയർവേയിൽ വരുന്ന ഇൻഫ്ലമേഷൻ ആണ് നമ്മൾ എന്ത് പറയുക, ആസ്മ എന്ന് പറയുക അല്ലെ. എയർവേയിൽ വരുന്ന ഇൻഫ്ലമേഷൻ ആണ്. അപ്പൊ നോക്കിയേ, ഇങ്ങനെ ഒരു ഇൻഫ്ലമേഷൻ വരുമ്പോഴത്തേക്ക് നമ്മൾ 2 മെഡിസിൻ ഉണ്ട്, ഇതിൽ ഏതാകും ആദ്യം എടുക്കാൻ പറയുക, അതോ 2 മെഡിസിൻ ഒരുമിച്ചെടുക്കണോ, എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് നോക്കിയേ, നമ്മുടെ എയർവേയിൽ എന്താ ഇതുപോലെ ഇൻഫ്ലമേഷൻസ് ഉണ്ടല്ലേ, ഇതുപോലെ ഇൻഫ്ലമേഷൻസ് ഉണ്ട്. സോ നമ്മൾ ആദ്യം ആ ഇൻഫ്ലമേഷൻ സബ്സൈഡ് ചെയ്യാൻ വേണ്ടി എന്ത് കൊടുക്കണം, ഈ പറഞ്ഞ സാൽബ്യൂട്ടമോൾ എന്ന് പറയുന്ന ഡ്രഗ് കൊടുക്കണം. അതിനുശേഷം എന്താണ്, ഈ ഇതുപോലെ ഇരിക്കുന്ന എയർവേ ഇങ്ങനെ ഓപ്പൺ ആയിരിക്കുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഓപ്പൺ ആയത് അതുപോലെ റീറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ആന്റി ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ കോർട്ടിക്കോസ്റ്റീറോയിഡ് ഡ്രഗ് കൊടുക്കണം. അതാണ് ബെക്ലോമെഥാസോൺ എന്ന് പറയുക കേട്ടോ. അപ്പൊ നോക്കിയേ, ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? നോക്കിയേ, ഓപ്ഷൻ ബി അല്ലേ കേട്ടോ. ഓപ്ഷൻ ബി ആണ് ഈ ഒരു കേസിൽ, ഈ ഒരു സിനാരിയോയില് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. നോക്കിയേ, യൂസ് ദ സാൽബ്യൂട്ടമോൾ ഇൻഹേലർ ഫസ്റ്റ് ദെൻ ദ ബെക്ലോമെഥാസോൺ. ക്ലിയർ? ഓക്കെ, ഓപ്ഷൻ ബി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ. നോക്കിയേ, എ പേഷ്യന്റ് വിത്ത് എ ഹിസ്റ്ററി ഓഫ് മൈഗ്രെയിൻ ഈസ് പ്രിസ്ക്രൈബ്ഡ് സുമാട്രിപ്റ്റാൻ കേട്ടോ, സുമാട്രിപ്റ്റാൻ. The nurse should teach the patient to കേട്ടോ. നോക്കിയേ, ഇവിടെ ഒരു പേഷ്യന്റ് ഉണ്ട്, പേഷ്യന്റ് മൈഗ്രെയിൻ ഹിസ്റ്ററി ഉള്ള പേഷ്യന്റ് ആണ്. പേഷ്യന്റ് ഒരു ഡ്രഗ് അല്ലെ, സുമാട്രിപ്റ്റാൻ എന്ന് പറയുന്ന ഡ്രഗ് കേട്ടോ, സുമാട്രിപ്റ്റാൻ എന്ന് പറയുന്ന ഡ്രഗ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്. സോ ഇങ്ങനെ ഒരു കേസിൽ നേഴ്സ് എന്താണ് പേഷ്യന്റ് പഠിപ്പിക്കേണ്ടത്, നേഴ്സ് എന്ത് എഡ്യൂക്കേഷൻ ആണ് പേഷ്യന്റ് കൊടുക്കേണ്ടത്? ഓക്കെ, ഓപ്ഷൻ എ, take the medication daily for prevention. Option B, take the medication at the first sign of a migraine. Option C, take the medication only if the
പെയിൻ ഈസ് സിവിയർ. ഓപ്ഷൻ ഡി ക്രഷ് ദ ടാബ്ലറ്റ് ആൻഡ് മിക്സ് ഇറ്റ് വിത്ത് ഫുഡ്. എന്താ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക നോക്കിയാൽ മൈഗ്രെയിൻ വളരെ സിവിയർ ആയിട്ടുള്ള അല്ലെ വളരെ എപ്പോഴും വളരെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഡിസീസ് കണ്ടീഷനാണ് മൈഗ്രെയിൻ എന്ന് പറയുക. എപ്പോഴും പേഷ്യന് ഒരു എന്താ ഹെഡ് ഏക്ക് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഹാലോസ് കാണുക, വൊമിറ്റിംഗ് ഉണ്ടാവുക, ഹെഡ് റീലിംഗ് ഉണ്ടാവുക, അങ്ങനെ ഒരുപാട് സിംറ്റംസ് പേഷ്യൻ ഉണ്ടാവും അല്ലെ. സോ എപ്പോഴും മെഡിസിൻസ് ഒക്കെ എടുക്കേണ്ടി വരുന്ന ഒരു ഡിസീസ് കണ്ടീഷനും കൂടിയാണ് മൈഗ്രെയിൻ എന്ന് പറയുക. സോ ഇവിടെ മൈഗ്രെയിന് വേണ്ടി കൊടുത്തിരുന്ന ഡ്രഗ് എന്താണ് സുമാട്രിപ്റ്റാൻ എന്ന് പറയുന്ന ഡ്രഗ് ആണ് ഇവിടെ മൈഗ്രെയിൻ എന്ന് പറയുന്ന രോഗത്തിനായിട്ട് ഇവിടെ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അല്ലെ. സോ അപ്പം ഈ ഒരു മെഡിസിൻ എടുക്കുമ്പോൾ എന്ത് ഇൻസ്ട്രക്ഷൻ ആണ് പേഷ്യന് നഴ്സ് കൊടുക്കുക, എന്തായിരിക്കാം? നോക്കിയാൽ അതിനുവേണ്ടി നമുക്കൊരു കാര്യം നോക്കണം കേട്ടോ. അതായത് സുമാട്രിപ്റ്റാൻ എന്ന് പറഞ്ഞാൽ എന്ത് ഡ്രഗ് ആണ്, അത് എന്ത് ഈ മൈഗ്രെയിൻ ഉള്ള പേഷ്യൻ അത് എന്താ ചെയ്യുന്നത് എന്ന് നമുക്ക് ഒരു ഐഡിയ വേണം കേട്ടോ. അതായത് സുമാട്രിപ്റ്റാൻ എന്ന് പറയുന്നത് നോക്കിയാൽ സെലക്റ്റീവ് സെറട്ടോണിൻ അഗോണിസ്റ്റ് ഡ്രഗ് ആണ് കേട്ടോ. സെലക്റ്റീവ് സെറട്ടോണിൻ റിസപ്റ്റർ അഗോണിസ്റ്റ് ആയിട്ടുള്ള ഡ്രഗ് ആണ് ഈ പറയുന്ന എന്താണ് സുമാട്രിപ്റ്റാൻ എന്ന് പറയുക. എന്ന് വെച്ചാൽ എന്താണ് ബേസിക്കലി പേഷ്യന്റിനെ ലൈക്ക് ഒരു പെയിൻ അല്ലെങ്കിൽ മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മൈഗ്രെയിനെ സബ്സൈഡ് ചെയ്യാനായിട്ട് ഒരു നല്ല തരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒക്കെ നമ്മുടെ ബോഡിയിൽ ഇൻക്രീസ് ചെയ്യുന്ന ഡ്രഗാണ് സുമാട്രിപ്റ്റാൻ എന്ന് പറയുക കേട്ടോ. അപ്പോൾ നോക്കിയാൽ ബേസിക്കലി ഈ സുമാട്രിപ്റ്റാൻ എന്ന് പറയുന്ന മൈഗ്രെയിനിൽ അത് ആക്ട് ചെയ്യുന്നത് ഒരു മൈഗ്രെയിൻ വരാണ്ട് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി അല്ല, പകരം എന്താണ് ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു ഹെഡ് ഏക്ക് പോലെയുള്ള സിംറ്റംസ് ഒക്കെ എന്താണ് സബ്സൈഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സുമാട്രിപ്റ്റാൻ എന്ന് പറയുന്ന ഡ്രഗ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാമെങ്കിൽ ഇതിന്റെ ആൻസറിലേക്ക് പോവാം. നോക്കിയാൽ ടേക്ക് ദ മെഡിക്കേഷൻ ഡെയിലി ഫോർ പ്രിവെൻഷൻ എന്നാണ് ഓപ്ഷൻ എ പറയുക. ഓപ്ഷൻ ബി ആണെങ്കിലോ ടേക്ക് ദ മെഡിക്കേഷൻ അറ്റ് ദ ഫസ്റ്റ് സൈൻ ഓഫ് എ മൈഗ്രെയിൻ. ഓപ്ഷൻ സി ടേക്ക് ദ മെഡിക്കേഷൻ ഓൺലി ഇഫ് ദ പെയിൻ ഈസ് സിവിയർ. ഓപ്ഷൻ ഡി ക്രഷ് ദ ടാബ്ലറ്റ് ആൻഡ് മിക്സ് ഇറ്റ് വിത്ത് ഫുഡ്. എന്താ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക, എന്തായിരിക്കാം? ഞാൻ പറഞ്ഞു ഇപ്പം അതായത് ഒരു പെയിൻ അല്ലെങ്കിൽ മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ സിംറ്റംസിനെ സബ്സൈഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത് കൊടുക്കുക അല്ലെ. അപ്പൊ എന്തായിരിക്കും കറക്റ്റ് ആൻസർ? യെസ്, ഓപ്ഷൻ ബി അല്ലെ, ഓപ്ഷൻ ബി. അതായത് ടേക്ക് ദ മെഡിക്കേഷൻ അറ്റ് ദ ഫസ്റ്റ് സൈൻ ഓഫ് എ മൈഗ്രെയിൻ കേട്ടോ. മൈഗ്രെയിന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചില സിംറ്റംസ് വരാറുണ്ട്, ലൈക്ക് നമ്മൾ അതിനെ ഓറ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ, ഓറ അപ്പൊ വാർണിംഗ് സൈൻ എന്നൊക്കെ പറയാറുണ്ട്. സോ ഓറ വരുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ മെഡിസിൻ അല്ലെ സുമാട്രിപ്റ്റാൻ എന്ന് പറയുന്ന ഡ്രഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നതാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാമേ. നോക്കിയേ, next question is a client is admitted to the hospital for chemotherapy complications കേട്ടോ. എന്താണ് കീമോതെറാപ്പി കോംപ്ലിക്കേഷൻസും ആയിട്ടാണ് പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ലബോറട്ടറി റിസൾട്ട്സ് ഷോ an absolute neutrophil count of 450 cells per millimeter cube കേട്ടോ. 450 cells per millimeter cube. What information contained in the admission history of this patient will need to be addressed during discharge education കേട്ടോ. അതായത് നോക്കിയേ ഇതില് എന്താണ് പ്രത്യേകിച്ച് നോക്കിയാൽ പേഷ്യന്റ് അബ്സല്യൂട്ട് ന്യൂട്രോഫിൽ കൗണ്ട് ഒരു 450 സെൽസ് പെർ മില്ലിമീറ്റർ ക്യൂബ് ആയിട്ടാണ് വന്നേക്കുന്നത്. സോ ഇങ്ങനെ ഒരു പേഷ്യന്റിന് നമ്മൾ ഡിസ്ചാർജ് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോഴത്തേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണ് പേഷ്യന്റിനോട് ഫോക്കസ് ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻ എ ഈറ്റ് സ്റ്റീംഡ് വെജിറ്റബിൾസ് ഡെയിലി. ഓപ്ഷൻ ബി എൻജോയ്സ് ഈറ്റിംഗ് ഗ്രിൽഡ് ഷ്രിംപ് വീക്ക്ലി. Option C gardens as hobby. Option D takes a daily bath and applies moisturizer. നോക്കിയേ ഇവിടെ അബ്സല്യൂട്ട് ന്യൂട്രോഫിൽ കൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നോക്കണേ, അബ്സല്യൂട്ട് ന്യൂട്രോഫിൽ കൗണ്ട് പേഷ്യന്റ് കീമോതെറാപ്പി കോംപ്ലിക്കേഷൻ ആണ്. അവിടെ അബ്സല്യൂട്ട് ന്യൂട്രോഫിൽ കൗണ്ട് എന്ന് പറയുന്നത് 450 സെൽസ് പെർ മില്ലിമീറ്റർ ക്യൂബ് ആണ്. സോ നോർമൽ നമുക്ക് പറയാൻ കഴിയുന്നത് ഒരു 1000 കേട്ടോ, ഒരു 1000 സെൽസ് പെർ മില്ലിമീറ്റർ ക്യൂബിലും കേട്ടോ, ഒരു 1000 സെൽസ് പെർ മില്ലിമീറ്റർ ക്യൂബില് ഉയർന്നു നിൽക്കണം കേട്ടോ, ഉയർന്നു നിൽക്കണം. സോ എനിക്ക് അതിൽ അതായത് ലെസ് ദാൻ ഒരു 1000 സെൽസ് പെർ മില്ലിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി അത് ഡിക്രീസ്ഡ് എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ ഡിക്രീസ് ലെവൽ ഓഫ് അബ്സല്യൂട്ട് ന്യൂട്രോഫിൽ കൗണ്ട് എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. നോക്കിയാൽ അഗെയിൻ അതൊരു ലെസ് ദാൻ ഒരു 500 ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതൊരു സിവിയർ ന്യൂട്രോപീനിയ നമ്മൾ പറയും അല്ലെ. അബ്സല്യൂട്ട് ന്യൂട്രോഫിൽ കൗണ്ട് താഴ്ന്നാൽ നമ്മൾ ന്യൂട്രോപീനിയ എന്നാണ് പറയുക. 500ലും താഴ്ന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ സിവിയർ കേട്ടോ, അതിന് നമ്മൾ സിവിയർ ന്യൂട്രോപീനിയ എന്നാണ് പറയുക. സോ സിവിയർ ന്യൂട്രോപീനിയ വന്നു കഴിഞ്ഞാൽ പേഷ്യന്റ് ഇൻഫെക്ഷൻ കിട്ടാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ് അല്ലെ. 1000-ന് താഴെ വന്നാൽ തന്നെ അവിടെ ഇൻഫെക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതും 500-ൽ താഴെ വന്നു കഴിഞ്ഞാൽ വളരെയധികം സാധ്യതയുണ്ട്. അപ്പൊ നോക്കിയേ എന്തായിരിക്കും ഇവിടെ നമ്മൾ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അതായത് ഇപ്പൊ നമ്മൾ ഫുഡ് എന്തെങ്കിലും കഴിക്കുവാണ് കേട്ടോ, അത് നന്നായിട്ട് ബോയിൽ ചെയ്തിട്ട് കഴിക്കുവാണെങ്കിൽ പിന്നെ അവിടെ നിന്നൊരു ഇൻഫെക്ഷൻ വരാൻ സാധ്യതയില്ല അല്ലെ. നോക്കിയേ
ഇവിടെ എന്താ ഒരു ഓപ്ഷൻ സി നോക്കിയേ, ഗാർഡൻ ആസ് ഹോബി അല്ലേ. എന്താണ് ഗാർഡൻ ആസ് ഹോബി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോ ഗാർഡനിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് പല തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ലൈക്ക് നോക്കിയേ, പാരസൈറ്റിന്റെ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ ഒക്കെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ന്യൂട്രോഫിൽ കൗണ്ട് കുറഞ്ഞിട്ട് ഇതുപോലെ വല്ലാണ്ട് കുറഞ്ഞിട്ടിരിക്കുമ്പോൾ നമുക്ക് ഇൻഫെക്ഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കി ഈ ഒരു കാര്യമാണ് നമ്മൾ സ്ട്രെസ് ചെയ്ത പേഷ്യന്റിനോട് പറയേണ്ടത് കേട്ടോ. അതായത് പേഷ്യന്റ് ഇപ്പം ഗാർഡനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യുമ്പോൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം എന്ന് നമ്മൾ പേഷ്യന്റിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിട്ട് വരും. അതർവൈസ് ഇറ്റ് വിൽ ലീഡ് ടു സിവിയർ ഇൻഫെക്ഷൻ കേട്ടോ. വളരെ സിവിയർ ആയിട്ടുള്ള ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത അവിടെ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The nurse enters a client's room and finds that the client and spouse are crying. കേട്ടോ, അവിടെ പേഷ്യന്റും വൈഫും അല്ലെങ്കിൽ സ്പൗസ് കേട്ടോ എന്താ കരയാണ് കേട്ടോ. The spouse states that the healthcare provider just diagnosed the client with Alzheimer's disease. കേട്ടോ, എന്താണ് ഇപ്പൊ തന്നെ പേഷ്യന്റിന്റെ കാര്യം ഡയഗ്നോസ് പറഞ്ഞതേ ഉള്ളൂ. പേഷ്യന്റ് എന്താണ് അൾസൈമേഴ്സ് ഡിസീസ് ആയിട്ട് ഡയഗ്നോസ് ചെയ്തു, ജസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അക്യൂട്ട് ഫേസിലാണ്. വാട്ട്സ് എ ബെസ്റ്റ് റെസ്പോൺസ് ബൈ ദ നഴ്സ്? ഈ ഒരു കേസിൽ ഈ ഒരു സിനാരിയോയിൽ നോക്കിയാൽ ഒരു ബെസ്റ്റ് റെസ്പോൺസ് ആയിട്ട് നഴ്സിന്റെ നമുക്ക് പറയാൻ കഴിയുന്നത് എന്താണ്? മനസ്സിലായോ? ഒരു അക്യൂട്ട് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് നിങ്ങൾ ഓർക്കണേ. നോക്കിയേ, ഓപ്ഷൻ എ, ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ ഡയഗ്നോസിസ്? Option B, there are medications available to treat Alzheimer's disease. Option C, this new diagnosis must be frightening for you. Option D, we can help you make decisions about your care. Okay, Alzheimer's disease എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം അല്ലേ, Alzheimer's diseaseൽ എന്താ സംഭവിക്കാം? അതൊരു വളരെ ക്രോണിക് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. എസ്പെഷ്യലി പെട്ടെന്ന് നമ്മൾ കേൾക്കുകയാണ് അല്ലെ, നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് അൾസൈമേഴ്സ് ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആകെ തകർന്നു പോകും അല്ലേ. സോ അങ്ങനെ അല്ലെ, അങ്ങനെ ഒരു അക്യൂട്ട് സ്റ്റേജിൽ നമ്മൾ ജസ്റ്റ് അറിഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് ഈ പറഞ്ഞിരിക്കുന്നതിൽ ബെസ്റ്റ് റെസ്പോൺസ് ആയിട്ട് വരിക? അതായത് പേഷ്യന്റ് ഒരു വല്ലാത്തൊരു ഡിപ്രസ്ഡ് സ്റ്റേജിലായിരിക്കും അല്ലേ. അപ്പൊ നമ്മൾ എന്താ കാണിക്കേണ്ട പേഷ്യനോട്? ആ സമയം നമ്മൾ ഒരു എമ്പതി കാണിക്കണം അല്ലെ. നമ്മൾ ആ പേഷ്യനോട് എന്ത് കാണിക്കണം? ഒരു എമ്പതി. അതായത് വി ഷുഡ് തിങ്ക് ദാറ്റ് if it happens to me or to my family member, what I'll do അല്ലെ, ഞാനും അതുപോലെ വിഷമത്തിലായിരിക്കും അല്ലെ. സോ എന്താണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ സി, ദിസ് ന്യൂ ഡയഗ്നോസിസ് മസ്റ്റ് ബി ഫ്രൈറ്റനിങ് ഫോർ യു. അതായത് പേഷ്യന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് അതിനോടൊപ്പം തന്നെ നമ്മൾ പറയുക, പേഷ്യന്റുമായിട്ട് എഗ്രി ചെയ്യുക. അവിടെ ആർഗ്യുമെന്റിനോ അല്ലെങ്കിൽ ന്യായീകരിക്കാനോ ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണെന്നോ അങ്ങനെയൊന്നും നമ്മൾ ആ ഒരു അക്യൂട്ട് സ്റ്റേജിൽ നമ്മൾ പറയാൻ പാടില്ല. അതിനുശേഷം വൺസ് പേഷ്യന്റ് കോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം അല്ലെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അല്ലെങ്കിൽ ഈ ഒരു കാര്യം നമുക്ക് ട്രീറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ഒന്ന് റാഷണലൈസ് ചെയ്ത് ഒന്ന് ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് കഴിയും കേട്ടോ. അപ്പൊ ഇവിടെ എനിക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്. പേഷ്യന്റിനോട് നമുക്കൊരു എമ്പതി നമ്മൾ പ്രകടിപ്പിക്കേണ്ടതായിട്ട് വരും കേട്ടോ. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വളരെ ഫ്രീക്വന്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇത് GCSE എക്സാംസിന്റെ ഒരു സീരീസ് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസ് ആണ്. അപ്പൊ നിങ്ങളൊക്കെ GCSE എക്സാംസ് എബ്രോഡ് പോകാനായിട്ട് കേട്ടോ, അതായത് ഇപ്പം പ്രോമെട്രിക് എക്സാംസോ അല്ലെങ്കിൽ പിയേഴ്സൺ എക്സാംസോ ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ റെഡിയാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എജ്യൂസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാം. എല്ലാ ക്ലാസ്സുകളും നമുക്ക് അവൈലബിൾ ആണ്. കൂടാതെ നിങ്ങൾ ജോയിൻ ചെയ്ത് നിങ്ങളെ പാസ്സാക്കി എടുക്കും അല്ലെ. ഉറപ്പായിട്ട് നമുക്ക് പാസ്സാകാനായിട്ട് കഴിയും. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ടോപ്പിക്സ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. വളരെ ക്രിസ്പായിട്ട് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ടു ദ പോയിന്റ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾ ഇപ്പോൾ എക്സാം എഴുതാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നന്നായിട്ട് പഠിച്ച് അതിനുശേഷം മാത്രം എക്സാം എഴുതുക. കാരണം നമുക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ നമുക്ക് പാസ്സാകണം, എത്രയും പെട്ടെന്ന് നമുക്ക് എത്തുക അല്ലെ, നമുക്ക് പുറത്തേക്ക് പോകാന്നുള്ള ആ ഒരു ഉദ്ദേശം സബലീകരിക്കണം. സോ അതിനുവേണ്ടി നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.